ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറലിസമാണ്. ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ്സ് സീ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത്. അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, കിങ് ഓഫ് നൈറ്റ് ഓഫ് കപ്സ്. അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. ഓക്കെ, റൈറ്റ്. അവർക്ക് ടേക്ക് ദിസ്. അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. റൈറ്റ്. Think about your person. Yes. Okay, Two of Cups. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെങ്കിലും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു റീബർത്താണ്. റിലേഷൻഷിപ്പിലൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷന് കാരണമായ എല്ലാ കാര്യങ്ങളും എൻ്റെ ആയിട്ട് തന്നെ ഈ വ്യക്തി വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയമാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത്. അതായത് ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ അവർക്ക് നിങ്ങളോട് എന്താണോ ഫീൽ ചെയ്യുന്നത്, ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങളോട് അവർക്ക് തോന്നിയിരുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സോടുകൂടി തന്നെ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ തമ്മിലുള്ള സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിങ്ങൾക്കിടയിൽ പോസിബിൾ ആകുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. അത്രയും സോൾ ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ സോളുകൾ തമ്മിൽ അത്രയും ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രയും ആഴമേറിയ റിലേഷൻഷിപ്പാണ്, അത്രയും ഡെപ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ വ്യക്തി വളരെ വളരെ സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി അറിയുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ഒരു വെൽവിഷറാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സെപ്പറേഷൻ ടൈമിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത്രയും പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ അവരായിട്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ അവർ കാരണമാണ് റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ എത്തിപ്പെട്ടു പോയത് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ഈ വ്യക്തി ഹൈഡ് ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തെ ഓർത്ത് ഈ വ്യക്തി ഇപ്പോൾ ഒത്തിരി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് തന്നെയാണ് നിങ്ങളെ ചീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് തെറ്റായി പോയി എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അത്തരം ചിന്തകൾ ഈ വ്യക്തിയെ ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് എത്തിക്കുന്നു എന്നാണ് കാണുന്നത്. ഡേ ആൻഡ് നൈറ്റ് അത്തരം കാര്യങ്ങൾ ഓർത്ത് ഈ വ്യക്തി ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അത്രയും ഒരു നെഗറ്റീവ് ഫീലിങ്ങിലാണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത്. ഓക്കെ,
അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളെ സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ഓരോ കാർഡ്സിലും വ്യക്തമാവുന്നത്. അത്രയും ഒരു ഇൻറ്റൻസ് ലവ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളതായിട്ട് കാണുന്നുണ്ട്. മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് 2 ഓഫ് കപ്സ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതായത് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളെ അത്രമാത്രമാണ് ആ വ്യക്തിയെ മിസ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇത് നിങ്ങളെ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഏതൊരു ടൈമിലായാലും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു സെപ്പറേഷനാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു യൂണിവേഴ്സൽ ഡിസിഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ വ്യക്തിയും ഈ ഒരു സമയത്ത് ആ ഒരു ചിന്തയിലാണ് അവരുള്ളത്. അവരുടെ ഫീലിങ്സും നിങ്ങളും അവരും ഒന്നിച്ച് ചേരുന്ന നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അത്രയും സ്ട്രോങ് ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ടാവുന്നത്. ഓക്കെ, അവരുടെ ലൈഫിൽ തന്നെ അത്രയും സന്തോഷം നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അതുകൊണ്ട് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആണ് അവർ ഈ റിലേഷൻഷിപ്പിന് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന് അത്രയും ഒരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. വാട്ട് യു വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് യു വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് യു വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് യു വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. Right now. Okay. I am sorry. Okay, ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അവർ നിങ്ങളോട് സോറി പറയുകയാണ്. ഓക്കെ, ആൻഡ് ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, അവരിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൾ ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, I just wanted to let you know I am thinking of you right now. Lots of feelings from my heart. ഇപ്പോൾ നിങ്ങളെ അവരറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അത്രയും സ്ട്രോങ് ഫീലിങ്സ് ആണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഐ കാൺട്ട് ഗിവ് യു ഫോൾസ് ഹോപ്പ്. ഓക്കെ, ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു പ്രതീക്ഷ നിങ്ങളിൽ തരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അവർ വളരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. അവർക്കിപ്പോൾ നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും അവരുടെ ലൈഫിൽ ഒരു ശൂന്യത പോലെ ഫീൽ ചെയ്യാണ്. ഒരു ഡാർക്ക്നെസ് ആണ് അവരുടെ ലൈഫിലുള്ളത്. ഓക്കെ, അത്രയും ഒരു ഹാർഡായിട്ടുള്ള ലെസൺസ് ആണ് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസ് അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവാം. ഇൻറ്റൻസ് ഡിസയർ ടു സീ യു. ഓക്കെ, അവർക്ക് അത്രയും തീവ്രമായിട്ടുള്ള ഒരാഗ്രഹമാണ് നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം മേ ബി നിങ്ങൾ കണ്ടുമുട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നേരിൽ കാണാൻ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ കാൺട്ട് സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. യു വെയർ റോങ്. ഓക്കെ, മേ ബി നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കാം. നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് അവർ നിങ്ങളോട് പറയാണ്. യു ആർ മൈൻ, ഐ ലവ് യു. നിങ്ങൾ അവരുടേതാണ്, അവരത്രമാത്രം നിങ്ങളെ പ്രണയിക്കുന്നു. ഐ വാണ്ട് റീയൂണിയൻ. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തത് അവരുടെ ഭാഗ്യമാണ് എന്നവർ കരുതുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിയൂണിയനുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു മണിക്കൂറുകൾ എണ്ണി അവർ കാത്തിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? ഓക്കെ,
അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളൊരു ചോദ്യമാണ് ഫൈനലിൽ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, സെൻസിറ്റീവ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാവാം, പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. ലെറ്റർ ഇ, ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ഓക്കെ, ഒത്തിരി ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം, ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം. ലെറ്റർ എൽ ആൻഡ് യെല്ലോ കളർ ഫേവറേറ്റ് കളർ ഉള്ള വ്യക്തികളുണ്ടാവാം. നവംബർ മന്ത്. യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജാണ്. ലൈക്സ് ട്രാവലിംഗ് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ആൻഡ് ഹെൽത്ത് ഇഷ്യൂ, ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. ലെറ്റർ ആർ. 27 മെയ് മന്ത്. ഓക്കെ, നമ്പർ 19 വിത്തിൻ 2 days ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. നമ്പർ 14 ഡിസംബർ മന്ത്. ഓക്കെ, ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. ഏപ്രിൽ മന്ത്. ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം, വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്നുള്ള ഒരു മെസ്സേജാണ്. ലെറ്റർ യു ആൻഡ് നമ്പർ 11 ഫെബ്രുവരി മന്ത്. ഒക്ടോബർ. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവാം. മാർച്ച്. നമ്പർ 12 ജനുവരി മന്ത്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള വ്യക്തികളുണ്ടാവാം. ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ടാവാം. ലെറ്റർ എം. ലെറ്റർ ഡി. നമ്പർ 13 ഫെബ്രുവരി മന്ത്. ജൂൺ. നമ്പർ 6 ലെറ്റർ ജി. സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം. നമ്പർ 16 2 months ആൻഡ് ടുഡേ ഇറ്റ്സെൽഫ്, ഇന്നത്തെ ദിവസം തന്നെ എന്നുള്ള ഒരു പോസിബിലിറ്റിയാണ്. ആൻഡ് ഫൈനലി ലെറ്റർ എഫ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.